Assalamualaikum. It's me Nihala Nasik, easy home cook. അപ്പോൾ ഞാൻ എന്താ പറയുക വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയി തക്കത്തിൽ കുറച്ച് കൊറിയേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നല്ല, ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എന്ത് വാങ്ങിയാലും ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇടാറുണ്ട്. പിന്നെ കിച്ചൺ ഹാള് ചെയ്ത സമയത്ത് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ അതും ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് നോക്കാം. അപ്പം ആദ്യത്തെ ഐറ്റം നമുക്ക് നോക്കാം. സൗണ്ട് ഇത്രേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ, മൈക്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്. ഇനി അത് ചാർജ് ചെയ്ത് ഒരു ആ സാവകാശം എനിക്കില്ലാത്തതുകൊണ്ടാണ്, കാരണം ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഉള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. ഫാനൊക്കെ ഓഫ് ചെയ്ത് നല്ല ചൂടുണ്ട്. എങ്ങനെ എന്തായാലും ഈ സംഭവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ റെഡ് അല്ല ഓർഡർ ചെയ്തത്, ഞാൻ വുഡൻ കളറാണ്, പക്ഷേ റെഡാണ് എനിക്ക് എത്തിയത്. കണ്ടോ, ഇങ്ങനെ രണ്ട് ഷെൽഫ്, ഒന്ന് ചെറുതോ ഒന്ന് വലുതെന്നുള്ള രീതിയിൽ. ചിലർക്കൊക്കെ കത്തി കാണുമെന്ന് വിചാരിക്കുന്നു ഇതെന്താണ് ഐറ്റം എന്നുള്ളത്. അപ്പം ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഞാനിതാ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളിയില്ലേ, നമുക്ക് കിച്ചണിലേക്കൊക്കെ കിച്ചൺ ട്രാക്ക് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കിതിൽ സ്പൈസസ് ആക്കിയിട്ടൊക്കെ വെക്കാം, പിന്നെ ഗ്ലാസ് വെക്കാം, പിന്നെ നമുക്കെന്താ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഫാൻസി ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതാ നല്ല സൂപ്പർ ആയിട്ട് ഒരു കോർണറായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. റേറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, ഞാനിവിടെ കൊടുക്കാം കേട്ടോ എന്തായാലും. അപ്പം അതാണ് ഫസ്റ്റത്തെ ഐറ്റം, നമ്മളവിടെ മാറ്റി വെക്കാം. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ നന്നാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരുന്നൊരു ഐറ്റമാണ്. എന്തായാലും നോക്കിയൊക്കെ എനിക്കിതൊന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടേ റിട്ടേൺ ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായോ? കിച്ചൺ മാറ്റാണ് കേട്ടോ. ഒന്ന് ലോങ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഷോർട്ടായിട്ട് വരുന്നുണ്ട്. എൽ ഷേപ്പ് കിച്ചണിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതാക്കാം. വാട്ടർ പ്രൂഫാണ്, മാത്രമല്ല അടി നല്ല എന്താ പറയുക റബ്ബർ ആയതുകൊണ്ട് തന്നെ അവിടെ അമർന്ന് നിന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വഴുതി പോവാത്ത ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം ഞാനിത് പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പം അതാണ് നമ്മളെ സെക്കൻഡ് ഐറ്റം. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഫ്ലോറൽ പ്രിന്റ്. അപ്പം അതും സെറ്റാണ്. ഇനി എനിക്ക് റൂമിലേക്ക് ആവശ്യമുള്ള മെയിൻ ഐറ്റമാണിത്. നമ്മളെല്ലാവരും നമ്മളെ ഇന്നോവേഴ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ചിലർ ഡ്രസ്സൊക്കെ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കൊട്ട വാങ്ങും, കമ്പിയുള്ളല്ലേ. പക്ഷേ അത് ആ കമ്പി പുറത്തുപോയിട്ട് പോരുന്നു. അപ്പം ഇത് ഭയങ്കര ഒരു വൃത്തികേടായിട്ടും ഭയങ്കര ഒരു അപകടകാരിയായിട്ടും എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ മക്കളെ ഇന്നോവേഴ്സ് ഇട്ടാക്കുന്ന ആയിട്ടാണ്. അപ്പോൾ അവരെ കണ്ണിൽ കറക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു പരിഹാരമായിട്ട് ഞാൻ വിഷയം കണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. സ്ക്വയർ ടൈപ്പായിട്ട് അങ്ങനെ നിന്നോളൂ. രണ്ട് പ്രൊഡക്റ്റ് ഇട്ടാ നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മീഷോയിൽ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ ഇതിലും ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടോ ഷോർട്സ് ഇത് കയറിയിട്ടില്ല. വലിയ കയറ്റമൊന്നുമില്ല, പക്ഷെ എനിക്കിത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നിയിട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. എനിക്കതുപോലെ ഉപകാരപ്പെട്ട ഒരു ഐറ്റമാണ്. കാരണം ഞാൻ ടൗണിൽ പോയിട്ട് 19-80 രൂപക്കൊക്കെ
ഒരുപാട് സെറ്റ് ഡ്രസ്സുകൾ വാങ്ങും, പക്ഷെ ഒറ്റ വാഷിൽ അത് നശിച്ച് എന്താ പറയുക ഒരുമാതിരി പഴയതുപോലെ ഒറ്റ വാഷിൽ തന്നെ. അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ കുറച്ച് 18 ഡ്രസ്സ് ഞാൻ വാങ്ങിയതാണ് എൻ്റെ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടോ, ചെറിയ മോൻക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിന് 2 വയസ്സാവുന്നേ ഉള്ളൂ, പക്ഷെ ഒരു 6 മാസം തുടങ്ങിയുള്ള ആ ഡ്രസ്സൊക്കെ തന്നെ ആയിരിക്കും അവൻ അധികം ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് അവനക്ക് അധികം ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കുറച്ച് കോമ്പോസ് ആയിട്ട് വാങ്ങിയ ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ എന്ത് ഡ്രസ്സാണെന്നറിയോ കാണാനും ഓരോ സെറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 100 സംതിങ് ആവേ ഉള്ളൂ ഒന്നിന്. അടിപൊളിയാണ് ഓരോന്നും കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. തീർച്ചയായും നിങ്ങൾക്ക് മോമീസിന് ട്രൈ ചെയ്യാവുന്ന യൂണിസെക്സ് ആക്കി ഇടാൻ വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന ഐറ്റം അല്ലേ. അപ്പം ആണ് പെണ്ണ് ഒന്നും ഇല്ലല്ലോ. വീട്ടിൽ നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക കുറച്ച് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. മീഷോ ആണെന്ന് വിചാരിച്ചാൽ ആരും ഇത് വാങ്ങാതിരിക്കേണ്ട, അടിപൊളിയാണ്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്, നല്ല രസമുണ്ട് കാണാൻ. ഒക്കെ നല്ല സെറ്റ് നല്ല കിടക്കാച്ചയായിട്ട് വരുന്നുണ്ട്. ഇത് 1 3 കോംബോ സെറ്റാണ്, 2 5 സെറ്റാണ് വാങ്ങിയത്. 3 5 സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ 18 ആവേയുള്ളൂ. ഫാനില്ലേട്ടെ, ചൂടെടുത്ത് ഞാൻ ഇപ്പോൾ ചാവും ഗൈസ്. ഓക്കെ, ക്യൂട്ട് പ്രിൻസ് അതാ ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ നമുക്ക് വേണമെങ്കിൽ ഒരു നേരം വേണമെങ്കിൽ ഇത് ചിലരൊക്കെ പുറത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ അധികം അങ്ങനെ പുറത്ത് ഞാൻ പോവെങ്കിലും ചെറിയ അങ്ങനെ ഞാൻ കൊണ്ടുപോകാറില്ല. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മൾ ഹൈലൈറ്റ് മോളിലൊക്കെ പോയിട്ട് ഈസി ബൈയിലൊക്കെ വാങ്ങൂലേ, 399 499 രൂപക്കൊക്കെ വാങ്ങുന്ന സാധനമാണ് നമുക്ക് ഭയങ്കര തുച്ഛമായ വിലയിൽ കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ. ഇത് 0 to 3 months തൊട്ടിട്ട് 5 to 6 years വരെ ഇത് അവൈലബിൾ ആട്ടോ സൈസ്. അപ്പോൾ ആ കാര്യത്തിൽ ബേജാറില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടിക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അധികം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പാതിരിക്കുക. എന്താ പറയുക, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. അതിന് മാത്രം ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എൻ്റെ മക്കൾക്ക് തീരെ ഉണ്ടാവില്ല, പുറത്തൊന്നും പോയി കളിക്കാത്തതുകൊണ്ട് ഉള്ളിലുള്ള കാർ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഭയങ്കര ഒരു മോത്താണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി 18 ഡ്രസ്സാണ്. അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെന്നുള്ളവരൊക്കെ വാങ്ങിക്കോളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.